ഗായ്സ്, സോ ഇന്ന് നമ്മൾ വ്ളോഗ് എന്ന് പറയുന്നത് എന്താ വെച്ചാൽ നമ്മളെ വലിയ ബ്രദർ, അതായത് എൻ്റെ വലിയ ബ്രദർ ഇന്ന് സൗദി അറേബ്യ പോവാണ്. സോ അതിൻ്റെ കുറച്ച് വിശേഷങ്ങൾ അതാണ് നമ്മുടെ വ്ളോഗിലുള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ഉള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ അങ്ങോട്ട് പോവാണ്, നമ്മളെ വീട്ടിൽ പോവാണ്. കാരണം അവിടെ നിന്നാണല്ലോ കാക്ക പോകണം. അപ്പോൾ നമ്മൾ അവിടെയാണ് നിൽക്കേണ്ടത്, ഇവിടെ നിന്നിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോവാണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് വിശേഷങ്ങളാണ് എന്നുള്ളത്. നമ്മളെന്ന് പറഞ്ഞാൽ ഞാനാണ് പോകുന്നത്, ഷിബി പിന്നെ വരുള്ളൂ. സോ ഗായ്സ്, അപ്പോൾ നമ്മൾ വന്ന സമയത്ത് ഇവിടെ ഫുഡ് കഴിക്കാൻ നമ്മൾക്ക് എല്ലാവരും എടുത്ത് വെച്ചിരുന്നു. ബീഫ് കറി ഉണ്ടായിരുന്നു, പിന്നെ മട്ടൻ കറി ഉണ്ടായിരുന്നു, പിന്നെ നല്ല ഗീ റൈസ് ഉണ്ടായിരുന്നു, നല്ല മുരുമുരല്ല ചൂടുള്ള ഗീ റൈസ് ഉണ്ടായിരുന്നു, പിന്നെ 2 പ്ലേറ്റ് ഉണ്ടായിരുന്നു. ആൻഡ് ഏതോ ഒരു ഫിലിമും അവിടെ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു ഗായ്സ്. അതൊക്കെ കണ്ട് നമ്മൾ ഫുഡ് കഴിക്കണം. അപ്പോൾ നമ്മളെ കാക്ക് പൂണിൻ്റെ ഭാഗമായിട്ട് പഴംപൊരി കുടിച്ചിട്ടുണ്ട് അമ്മ. അപ്പം നിങ്ങൾ വിചാരിക്കും എനിക്ക് കൊണ്ടുപോകാനാണെന്ന്. അല്ല, ഇത് ഞാൻ വന്ന് എനിക്ക് തിന്നാൻ വേണ്ടി ഉണ്ടാക്കിപ്പിച്ചാണ്. പിന്നെ സേബയുള്ള ചെറുക്കിന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ബീഫൊക്കെ എടുത്തേക്കുണ്ട്. നമ്മൾ സേബാനെ ചെറുക്കിനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ബീഫൊക്കെ കട്ട് ചെയ്തൊക്കെ ഉണ്ട്. സേബ, എനിക്ക് സങ്കടം ഉണ്ടോ ചെറുക്കൻ പോണീന്? സങ്കടമില്ലേ? ചെറിയൊരു വിഷമം. അപ്പം ഇത് കാണാൻ സേബാക്ക് സങ്കടമല്ലോ പോലും. ഞാനിവിടെ വന്ന് നിന്നപ്പോൾ ഇപ്പം ഉണ്ട് ഇവിടെ പാൽ കേക്ക് തിന്നണു. നിങ്ങൾ മകൻ പോവായിട്ടിന്ന് പാൽ കേക്ക് തിന്നപ്പാ? മകൻ പോവായിട്ടിന്ന് പാൽ കേക്ക് തിന്ന? ഇപ്പം ഞാനും കഴിക്കുന്നുണ്ട് പാൽ കേക്ക്, ഞാനും തിന്നുന്നുണ്ട് പാൽ കേക്ക്. ആക്ച്വലി ഈ സാധനം ഇവിടെ ഉള്ളത് ഇപ്പം ആരും അറിഞ്ഞിരുന്നില്ല. ഇന്നിപ്പം ഞാൻ വന്നിട്ട് സ്റ്റോർ റൂമിൽ തപ്പിയപ്പോൾ എനിക്ക് കിട്ടിയതാണ് ഈ സാധനം. ഞാൻ പിന്നെ എല്ലാവർക്കും ഷെയർ ചെയ്യുന്ന ഒരാളായതുകൊണ്ടും ഷെയർ ചെയ്യണം. അപ്പോൾ നമ്മൾ മറ്റേ ഒരു സ്ഥലത്തേക്ക് പോകാം, അതായത് വിദേശത്തുള്ള അബ്രോഡൊക്കെ പോകാമെന്നൊക്കെ വെച്ചാൽ ഒരുപാട് കുറേ സാധനങ്ങൾ കൊണ്ടുപോകും. കാരണം അവിടെ അവൈലബിലിറ്റി ഇല്ല എന്നല്ല, പക്ഷെ നമ്മളിവിടെ നിന്ന് കൊണ്ടുപോകുന്ന ഒരു ദുരാചാരങ്ങളുണ്ട്. അപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ ആക്കും വാങ്ങിക്കണം. അപ്പോൾ എന്തൊക്കെയാണ് കുറച്ച് നമ്മൾ മെയിനായിട്ട് ബേക്കറീസൊക്കെ വാങ്ങല് സന്തോഷമാണ്. നമ്മളെ മേലാറ്റൂർ അടിപൊളി ബേക്കറീസാണ്. അപ്പോൾ എന്തൊക്കെയാണ് നോക്കാം ഗൈസ്. എന്താ വെച്ചാൽ നമ്മൾ പൊതുവെ വിദേശത്തേക്ക് പോവുകയാണെങ്കിൽ, പ്രത്യേകിച്ച് സൗദി അല്ലെങ്കിൽ ദുബായ്, കുവൈത്ത്, അങ്ങനെ അറബ് രാജ്യങ്ങൾക്ക് പോകുമ്പം, അറബ് രാജ്യങ്ങൾക്ക് നല്ല എല്ലാ രാജ്യങ്ങൾക്കും പോകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഒരുപാട് സാധനങ്ങൾ കൊണ്ടുപോകും. നമ്മളെ നാടത്തെ ചിപ്സ്, ബേക്കറീസ്, ബീഫ്, പഴംപൊരി, അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ കൊണ്ടുപോകും. അപ്പം നമ്മൾ ആക്കും എന്ത് ചെയ്യുന്നത് അതേപോലെ കൊണ്ടുപോകുന്ന ഒരാളാണ്. എനിക്കൊന്നും ഇപ്രാവശ്യം ഈ ഇയറിൽ കുറച്ച് കുറവാണ്. വേറെ എന്തൊക്കെ സാധനങ്ങൾ കൊണ്ടുപോകാനുണ്ടോട്ട് സാധനം കുറവാണ്. അല്ലെങ്കിൽ നമ്മൾ മുഴുവൻ സാധനങ്ങളാണ്. അപ്പോൾ ഒരു ബേക്കറി അത്യാവശ്യം കൊണ്ടുപോകാനുള്ളൊരു ബേക്കറി സാധനങ്ങളുണ്ട്. നമ്മളെപ്പോഴും സന്തോഷം വാങ്ങാം. നമ്മളിവിടെ ഉള്ളവർക്കൊക്കെ അറിയാം, സന്തോഷത്തെ ബേക്കറീസ് വൺ ഓഫ് ദ ബെസ്റ്റ് ബേക്കറീസ് ആണ് നമ്മളെ അവിടെ. അതുപോലെ എല്ലാതും ഓൾമോസ്റ്റ് എനിക്ക് ഇഷ്ടമാണ്. ഓരോ ചിപ്സ്, കേക്ക്സൊക്കെ ബേക്ക് ചെയ്യാനൊക്കെ അടിപൊളിയാണ്. അപ്പോൾ എന്തൊക്കെയാണ് നോക്കാം. അപ്പോൾ ഫസ്റ്റത്തെ സാധനം എന്ന് പറയുന്നത് ചിപ്സാണ്. ഇത് വെളിച്ചെണ്ണയിൽ പൊരിച്ചെണ്ണയേക്കാളും, കാരണം നല്ല സ്മെല്ലാണ്. നമുക്ക് സന്തോഷത്തെന്ന് പറഞ്ഞാൽ നമുക്കൊരു സാറ്റിസ്ഫാക്ഷനാണ്. പിന്നെ ഇത് കട്ട്ലേറ്റ്, ഇതിപ്പോൾ നമുക്ക് ചായക്ക് കടിക്ക് കഴിക്കാനാണ്, അല്ലാതെ കൊണ്ടുപോകാനല്ല കേട്ടോ. കട്ട്ലേറ്റ്, ഇതിൽ നന്നായി കട്ട്ലേറ്റ് ഉണ്ടാക്കും. പിന്നെ ഓൻ എന്താറിയില്ല വാങ്ങിയിട്ട്. പിന്നെ ഇതൊരു ബിസ്ക്കറ്റാണ്, പിസ്താഷ്യൂൻ്റെ ബിസ്ക്കറ്റ്സാണ്. ഇത് എനിക്ക് ഇഷ്ടമാണ്, നല്ല ടേസ്റ്റാണ്. അതുപോലെ കുക്കീസും നല്ല ടേസ്റ്റാണ്. പിന്നെ വറവോ എന്താ വെള്ളിയാർ മാലാലമേനത്തിൽ, അതല്ല, ടൊമാറ്റോ മുറുക്കാണ്. തക്കാളി വറുത്തല്ല, തക്കാളി പൊരി, എന്നിങ്ങനെ നിങ്ങൾക്ക് അറിയാമല്ലോ. പിന്നെ എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു സാധനമാണ് ഓറഞ്ച് കളറിലെ ജിലേബി. ഇത് എന്തായാലും ഇഷ്ടമേ അല്ല. അപ്പം ഇത് കൊണ്ടുപോകാനാണ് എൻ്റെ സ്നൂപ്പിൻ്റെ കയ്യിൽ കൊണ്ടുപോകുക അല്ലേ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇത് നമുക്കിപ്പോൾ കഴിക്കാനുള്ളതാണ്. അപ്പോൾ കാര്യമായിട്ട് നമുക്ക് കഴിക്കാനുള്ളതാണ് നമുക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. ഇത് ചട്ടിപ്പത്തിരിയാണ്, മസാല ചട്ടിപ്പത്തിരി കേട്ടോ. മസാല ഉണ്ടാവലുണ്ട്, മധുരമുള്ള ഉണ്ടാവില്ലേ? മധുരമുള്ള ഉണ്ടാവലുണ്ട്. അപ്പോൾ മസാല ചട്ടിപ്പത്തിരി. പിന്നെ കപ്പ് വറുത്തത് കണ്ടവർക്ക് അറിയാം, നമുക്ക് ഇതിനോട് നല്ല കപ്പ് വറുത്തത് ഇവിടെ കിട്ടും.
നമ്മൾ ഹോൾസെയിലിൻ്റെ കടയിൽ കിട്ടും. പക്ഷേ സന്തോഷമായിരുന്നു. ഞാൻ പറഞ്ഞിട്ട് ഞാൻ കൊണ്ടുവരുന്നു. പിന്നെ മുട്ടായി കൊണ്ടുപോകണം. പിന്നെ എനിക്കറിയാത്തോണ്ട് ചോദിക്കും എന്തിനാ സൗദിക്കാർ പോകുമ്പോൾ മുട്ടായി കൊണ്ടുപോകണം. ആ മുട്ടായി കിട്ടിയില്ല. എനിവേ കട്ട മുട്ടായി ഇതിക്ക് ഇഷ്ടമാണ്. പിന്നെ ഹൽവ. ഞാൻ പറയുമ്പോൾ ഈ സാധനങ്ങളൊന്നും അവർക്ക് കൊണ്ടുപോയില്ല. നമുക്ക് എന്ന് തിന്നാം. അതാകുമ്പോൾ നമുക്ക് കഴിക്കാം. ഹൽവ കേട്ടോ. അത് ഹൽവ ഉള്ളത് കിണ്ണത്തപ്പം. എന്തപ്പം കിണ്ണത്തപ്പം. അപ്പോൾ ഹൽവല്ല, കിണ്ണത്തപ്പാണ്. പിന്നെ ഇത് സ്വീറ്റായിട്ടുള്ള ചിപ്സാണ്. എനിക്ക് അത്രയും ഇഷ്ടം. പണ്ടൊക്കെ ചെറുപ്പത്തിൽ ഇഷ്ടമുണ്ട്. എനിക്ക് ഇഷ്ടമല്ല. പിന്നെ ചക്കപ്പൊരിയും ആണ്. ചക്കപ്പൊരി എനിക്ക് ഇഷ്ടമല്ല. അപ്പം നിങ്ങളൊക്കെ വിചാരിക്കും ഞാനാണ് പോണത് കാക്കാണ്. പിന്നെയെന്ന് പറയുന്ന സാധനം ഉണ്ണിയപ്പാണ്. ഇതെനിക്ക് തോന്നുന്നു കൊണ്ടോ പറയുന്ന സാധനം ഉണ്ണിയപ്പാണ്. ഐ തിങ്ക് ഇത് കൊണ്ടുപോകാനുള്ളതാണ്. നമ്മൾ ഉണ്ടാക്കാത്തതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് എന്താ വെച്ചാൽ വേണ്ടെന്ന് പറഞ്ഞതാണ്. അല്ലാണ്ട് നമ്മൾ ഉണ്ടാക്കാറുണ്ട്. പിന്നെ ഇതൊക്കെ നമുക്കിപ്പോൾ വാങ്ങാൻ കിട്ടും. നല്ല ഫ്രഷ്. ഇതൊക്കെ പറയുന്നത് അപ് ടു ഡേറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് നല്ല ടേസ്റ്റാണ്. നമ്മളെ ട്രെയിൻ വീഡിയോ കണ്ടവർക്കറിയാം നമ്മൾ സന്തോഷത്തിന് ഇതൊക്കെ വാങ്ങിയത്. അപ്പോൾ ഇതൊക്കെ നല്ല ടേസ്റ്റാണല്ലോ. അപ്പോൾ ഇതുണ്ട്. ഇതൊക്കെ വേണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, പാക്ക് ചെയ്യുമ്പോൾ 1-2 ഞാൻ സേഫൊക്കെ കഴിച്ചിട്ട് ബാക്കിയൊക്കെ സൗദിക്കുന്നത് പറഞ്ഞേക്കാം. പിന്നെ എഗെയിൻ എന്താ മിഠായിയോ, കോക്കനട്ട് മിഠായി, ആർക്കോട്ട് മണിക്കൂർ മിഠായി. അതായത് സോ അപ്പോൾ മണിക്കൂർ മിഠായി. അപ്പോൾ ഞാനൊക്കെ ചെറുപ്പത്തിൽ കഴിച്ചിരുന്നു എനിക്കറിയില്ല. നമ്മുടെ കാലത്തൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ വിചാരിക്കും എനിക്ക് 10-35 വയസ്സാണ്. അതുകൊണ്ടല്ല, ചെറുപ്പത്തിൽ ഞാൻ ഉദ്ദേശിച്ചത്. പിന്നെ എന്തത് വെട്ടുകേക്കും കജൂറ്. ഇതെന്ത് സാധനം? ഇതൊന്നും വെട്ടുകേക്കാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ. മിനി വെട്ടുകേക്ക് വന്നത് കജൂർ എന്നൊക്കെ പറയാൻ എനിക്കറിയില്ല. ഇനി ഇതും വെട്ടുകേക്കൊന്നും എനിക്കിഷ്ടമല്ല. എനിക്ക് രണ്ട് സാധനങ്ങളൊന്നും ഇഷ്ടമല്ല. ഇനി അതുകൊണ്ട് അപ്പോൾ ഏകദേശം കാശ് ഇങ്ങോട്ട് നോക്കും. ഇതൊക്കെ നമുക്ക് കൊണ്ടുപോകാനാണ്. ഒരു സൗദിക്ക് പോണത് എന്തിനാണ്? കഴിക്കാനാണോ തോന്നുന്നു. അല്ല കേട്ടോ. അസ്തഗ്ഫിറുല്ലാ. അങ്ങനെയല്ല. അവളൊക്കെ നമ്മൾ കഷ്ടപ്പെട്ടിട്ടാണ് നമ്മളൊക്കെ കഴിക്കുക. അപ്പോൾ അതിൻ്റെയൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ കൊണ്ടുപോകുന്ന സാധനങ്ങൾ. പിന്നെ ബീഫ് അവിടെ ഉണ്ട്. പഴംപൊരിക്കുമ്പോൾ കൂട്ടി വെച്ചിട്ടുണ്ട്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് പഴം കിട്ടിയില്ല. പക്ഷെ എന്തായാലും മനം കൊണ്ട് ഇന്ന് രാത്രി 12 മണിക്കുള്ളിൽ നമ്മൾ എന്തുണ്ടാക്കുന്നു, പഴംപൊരി ഉണ്ടാക്കിപ്പിച്ചും. ഉണ്ടാക്കി തരില്ലമ്മ, ഉണ്ടാക്കി തരില്ല എന്നാണ് ഉമ്മ പറയുന്നത്. എന്തുകൊണ്ട് അപ്പം നമ്മൾ എങ്ങനെയും ഉമ്മനോട് ഉണ്ടാക്കിപ്പിച്ചും. എന്താണ് അപ്പം ഇവിടെ 2 ആൾക്കാരുണ്ട്. കാശ് ഇങ്ങോട്ട് നോക്കൂ. പ്രദർശനത്തിന് വെച്ചാൽ നമ്മളെ ചെറുക്കൻ്റെ മുട്ടയൊക്കെ വെട്ടി നമ്മൾ ചെറുപ്പം സുന്ദരമായിക്കോളൂ അല്ലേ? അപ്പം നമ്മൾ എങ്ങോട്ടേക്ക് പോണേ? ഞങ്ങൾ വാപ്പച്ചിനെ കൊണ്ടുവരാൻ പോവാണ്. എവിടേക്ക് കൊണ്ടുവരാൻ പോണേ? ദമാമക്കലക്കിയൊക്കെ തരക്കൊക്കെയാണ്. അപ്പം ഞങ്ങൾ പോയിട്ട് അപ്പം നമ്മള് എവിടേക്ക് പോണേ? ലാസ്റ്റ് എവിടേക്ക് ലാസ്റ്റ് നമ്മൾ പോണേ? പിക്ക് ചെയ്യാൻ പോവാണ്. അപ്പം നല്ല മഴയുണ്ട് അല്ലേ? അതെ, മഴയുണ്ട്. അപ്പൊ യാശ മഴയൊക്കെ ആസ്വദിക്കാണല്ലേ യാശ? അപ്പൊ നമ്മൾ ഒരു ചെറിയ ബ്ലോക്കിൽ കുടുങ്ങിയേക്കാണ്. അപ്പോളെ നമ്മള് ഇവിടെ ഉണ്ട്. അപ്പൊ നമ്മൾ പോവാം. ഇതാണ് നമ്മൾ ബീഫ്. അപ്പം മസാല ഒക്കെ ഇട്ടിട്ടുണ്ട്. നന്നായി വേവിച്ചിട്ടാണ് നമ്മൾ കൊണ്ടുപോകാൻ. പിന്നെ കുറച്ച് ബീഫ് രണ്ടും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, കുക്കറിൽ വെച്ചിട്ടുണ്ട് ഓൾറെഡി ആദ്യം. ഇനി നമ്മൾ ഈ ബീഫ് കൂടി വെക്കും. എൻ്റെ മമ്മി അല്ലേ മമ്മി? ഓക്കെ. സോ ഗായ്സ്, അപ്പം നമ്മളെ അടുത്ത പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് പത്തിരിയാണ്. അപ്പോൾ പത്തിരി പ്രിപ്പറേഷൻസ് ഇവിടെ എന്തായിരിക്കുന്നത്, സ്റ്റാർട്ട് ആക്കണം. അപ്പോൾ സേബ പരത്തും, മറ്റേ പ്രസ് ചെയ്യും, ചുടും, അങ്ങനെയൊക്കെയാണ് പരിപാടികൾ. പിന്നെ ഓൾറെഡി നമ്മളെ കിച്ചൺ ഇപ്പോൾ അലമ്പായിട്ട് കിടക്കുന്നത്. ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ബിക്കോസ് ഇവിടെ എന്താണ് കുക്കിംഗ് നടക്കുന്നത്. ഇവിടെ പത്തിരി പരിപാടികൾ ഇങ്ങനെ നടക്കുന്നുണ്ട്.
മട്ടനുണ്ട്. പിന്നെ നമ്മൾ കുക്കറൊക്കെ ഉണ്ടോ, ബോട്ടി ആയിട്ടാണ് കുക്കർ അങ്ങനെ. പിന്നെ ഇങ്ങനെ പിന്നെ ഇവിടെ പത്തിരിക്കുള്ള പരിപാടികൾ സ്റ്റാർട്ടാകാം. ആൻഡ് ദിസ് ഇസ് ബീഫ്. പിന്നെ എന്താ വെച്ചാൽ നമുക്ക് വിശപ്പിന് അസുഖമുള്ളതുകൊണ്ട് ഇടയ്ക്കിടെ എന്തെങ്കിലും കഴിക്കാം. നല്ലുള്ളൂ. എപ്പോഴും കഴിക്കണം എന്നുള്ള ചിന്ത നമുക്ക് മാറി കിട്ടാം. അപ്പോൾ എപ്പോഴും വിശക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഇടയ്ക്കിടെ എന്തെങ്കിലും കഴിക്കാം. ഓക്കെ. ഓരോരോ പഴംപൊരികൾ ഇവിടെ ചുട്ടുകൊണ്ടിരിക്കുകയാണ്. ഇടുന്നുണ്ട്, വീണ്ടും ചുടുന്നു, വീണ്ടും ഇടുന്നു. ഇതാണ് പരിപാടി ഗായ്സ്. നമ്മൾ നോക്കുമ്പോൾ അവിടെ കുറച്ച് ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്, തിന്നുന്നുണ്ട് ഗായ്സ്. ഗായ്സ് അപ്പം അങ്ങനെ പഴംപൊരി ഉണ്ടാക്കുകയാണ് ഇവിടെ. പഴം പൊരിച്ചിട്ടുണ്ട് മമ്മി. അവിടെ ഭയങ്കര തള്ളാണ് ഗായ്സ്. ഇവിടെ ഉമ്മ പത്തിരിടാണ്. ഷെയ്ബ ക്ലീനിങ്ങിലാണ്. ഷെയ്ബ എന്താ കഴിയോ ക്ലീനിങ്? ഗായ്സ് നോക്കൂ, നമ്മളെ മറ്റേ എന്താണ് അടുക്കളൻ്റെ ഇതെന്താണ് അടുപ്പുണ്ടോ, കരി പിടിച്ചു. ഇവര് കരി പിടിപ്പിച്ചു. ഇതെന്തിന് പറ്റും കണ്ടോ. ഇതൊക്കെ നമുക്ക് എന്താക്കാനാണ്, വൃത്തിയാക്കാണ്. പിന്നെ ബോട്ടി, ഇത് ബോട്ടിയല്ല, ഇത് മട്ടങ്ങൾ കണ്ടും മടുത്തിട്ടുണ്ടാവും. പിന്നെ പത്തിരി. സോ അപ്പം നമ്മൾ എന്താ വെച്ചാൽ ഇപ്പം നമ്മൾ കിടക്കുന്ന സമയമായി. ഷെബി വന്നിക്കണ്. അപ്പോൾ കാക്കു നാളെ രാവിലെയാണ് പോണത്. അപ്പോൾ ഷെബിന് നമ്മളിവിടെ ഉണ്ട്. അപ്പോൾ ഞാൻ ഷെബി പറഞ്ഞു നമുക്കൊന്ന് ജസ്റ്റ് പുറത്ത് പോകാൻ. അപ്പം നമ്മളിങ്ങനെ പുറത്ത് പോവാണ് ഗായ്സ്. കണ്ടു, ഇരുട്ടാണ് ഗായ്സ്. അങ്ങനെ രാവിലേക്ക് എണീറ്റ് ഓനൊക്കെ റെഡിയായി. ഫുഡൊക്കെ പത്തിരിയും ബീഫൊക്കെ കഴിച്ച് അങ്ങനെ പോവുകയാണ് ഗായ്സ്. അങ്ങനെ നമ്മൾ ചെക്കൻ വീണ്ടും ദമ്മാമിലോട്ട് പോവാണ്. അപ്പം ഇത്രയുള്ളൂ. ടാറ്റാ.